അഡ്വക്കേറ്റ് എ ജയശങ്കർ, അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനും. മാധ്യമം ദിനപത്രത്തിൽ ലേഖനങ്ങളിലൂടെ ശ്രദ്ധേയപ്പെട്ട ഇദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയത് ഇന്ത്യ വിഷൻ ചാനലിലെ പ്രതിവാര ദിനപത്ര അവലോകന പരിപാടിയായ വാരാന്ത്യത്തിലൂടെയാണ്. ചാനൽ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യം, ഹാസ്യം കലർന്ന അവതരണ ശൈലിയിലൂടെ ഏവർക്കും സുപരിചിതനായ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം വേദിയിലെത്തുന്നത് ശ്രീ ശ്രീജിത്ത് പണിക്കർ, എഴുത്തുകാരൻ, കോളമിസ്റ്റ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ദേശീയ ചാനലുകളിലടക്കം പ്രധാന വിഷയങ്ങളിലെ ചർച്ചകളിൽ സ്ഥിരം സാന്നിധ്യം, കുറുക്കുകൊള്ളുന്ന മറുപടികൾ, വിഷയങ്ങളിലെ കൃത്യമായ അറിവ്, ജ്ഞാനം, ധാരണ. ശ്രീജിത്ത് പണിക്കരെ പ്രിയങ്കരനാക്കുന്ന വിശേഷണങ്ങൾ ഏറെയാണ്. ഇവരെ രണ്ടുപേരെയും വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു തീ പാറുന്ന സംഭാഷണം തന്നെ ആവും എന്ന് പ്രതീക്ഷിക്കാം. ഈ സംഭാഷണത്തിന് ഇവരോടൊപ്പം ഇന്നിവിടെ ചേരുന്നത് മറ്റൊരു വ്യക്തിത്വമാണ്. ലൈഫോളജി.com എന്ന കുട്ടികൾക്ക് വഴികാട്ടിയാകുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവായ ലൈഫോളജി.comന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, പ്രാസംഗികൻ, എഴുത്തുകാരൻ ശ്രീ പ്രവീൺ പരമേശ്വരയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഇവരുടെ ഈ ഒരു സംഭാഷണത്തിൻ്റെ മോഡറേഷൻ നിർവഹിക്കുന്നതിനായി. നമസ്കാരം. ദീപ പറഞ്ഞു, എൻ്റെ പേര് പ്രവീൺ പരമേശ്വർ. അടുത്ത ഒരു മണിക്കൂർ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തിലായിരിക്കും നമ്മൾ സംസാരിക്കുക. നമ്മൾ സാധാരണ നിരീക്ഷണങ്ങൾ കേൾക്കാറുണ്ട്. ഓരോ വിഷയത്തിലുമുള്ള നിരീക്ഷണങ്ങൾ ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടും പത്രങ്ങളുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ചർച്ചകളുടെ ഒന്നും ഭാഗമല്ലാതെയും ഒക്കെ നമ്മൾ നിരീക്ഷണങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ നിരീക്ഷണങ്ങളെ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കുക, നിരീക്ഷണത്തിനെ എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്, അതിൻ്റെ ഒരു നേരെ എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുക, അങ്ങനെ നിരീക്ഷണത്തിൻ്റെ നേരറിയാം എന്ന ഒരു വിഷയത്തിലാണ് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ജയശങ്കർ സാർ ഒന്ന് തുടങ്ങാം. സർ, നിരീക്ഷണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു താങ്കളെ സംബന്ധിച്ചിടത്തോളം. പുറത്തുനിന്ന് നിരീക്ഷണത്തിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകനെന്ന്. തീർച്ചയായിട്ടും അതെ. അത് വേറെ ആരും നിരീക്ഷിക്കാത്തതുകൊണ്ടല്ല. ഒരിക്കലും ഇന്ത്യ വിഷൻ ചാനലിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഒരാളുടെ പേരെഴുതി കാണിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനപ്പേര് കൊടുക്കണമല്ലോ. ഇപ്പോൾ പെരുവനം കൂട്ടേട്ടനാണെങ്കിൽ താള മേള വിദഗ്ധൻ അതെ എന്നെഴുതി കാണിക്കാം, കൊടുക്കാം. എൻ്റെ പേരിൻ്റെ അടിയിൽ വെറുതെ അഭിഭാഷകൻ എന്നെഴുതി കാണിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന വിഷയവും നമ്മുടെ ജോലിയും തമ്മിൽ ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഇന്ത്യ വിഷൻ്റെ സ്റ്റുഡിയോയിലിരിക്കുന്ന ഏതോ ഒരാൾ ചെയ്ത ഒരു ദ്രോഹമാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. പക്ഷെ നല്ല രാശിയുള്ള ദ്രോഹമായി പോയി. അതെ, അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങൾ കുട്ടിക്കാലം മുതൽക്ക് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടേതായ രീതിയിൽ ചിന്തിക്കുക, നമ്മുടേതായ ചില തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. അത് പിന്നീട് ടെലിവിഷൻ ചാനലിലൊക്കെ വന്നപ്പോൾ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയ ഉണ്ടായിരുന്നു. അത് വളരെ കാലമായിട്ട് ഉള്ള ഒരു കാര്യമാണ്, പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നു. അന്ന് ഇതേതെങ്കിലും കാലത്ത് കേരളത്തിൽ ടെലിവിഷൻ ചാനലുകൾ ഉണ്ടാവുന്നു, 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഇവർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം. ഈ നിരീക്ഷണം ജീവിതത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയും അത് പിന്നെ ചാനലിലേക്ക് രൂപാന്തരപ്പെടുകയുമായിരുന്നു. ചാനലിലേക്ക് അതെ പറിച്ചു നട്ടു എന്നുകൂടി പറയാം. പറിച്ചു നട്ടു എന്ന് പറയാം. അപ്പോൾ ഇന്ത്യ വിഷനിൽ ആദ്യത്തെ ആ ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അത് ഒരു മഴ പെയ്യുന്ന ദിവസമായിരുന്നു. എൻ്റെ പരിചയക്കാരനായ ഒരു പത്രലേഖകൻ വിളിച്ച് പറഞ്ഞു, ഇന്ത്യ വിഷൻ ചാനലുകാർ ഇപ്പോൾ വിളിക്കും, അവിടെ ഒരു പരിപാടിക്ക് പോകാനാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ പുറകെ ആ ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ഒരു പ്രവർത്തകൻ, ഈ പിന്നണി പ്രവർത്തകൻ വിളിച്ചു, വണ്ടി വീട്ടിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ അവിടെ എന്താ പരിപാടി എന്നറിയില്ല. എൻ്റെ വീട്ടിൽ അന്ന് TV ഇല്ല. അതിന് മുമ്പ് ഞാനൊരു ന്യൂസ് ചാനൽ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ ചെന്ന് ഫ്ലോറിൽ ചെന്നപ്പോൾ അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു. 2 കോട്ടിട്ട് ടൈയൊക്കെ കെട്ടിയ 2 യോഗ്യന്മാർ വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് നികേഷ് കുമാറും മറ്റത് NP ചന്ദ്രശേഖരൻ. എനിക്ക് ഇവർ രണ്ടുപേരും അതിന് മുമ്പ് യാതൊരു പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരു രീതിയിൽ അങ്ങോട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇത് തുടങ്ങി. അത് കഴിഞ്ഞ് 2-ാം ദിവസം ഒരു വക്കീലിൻ്റെ കല്യാണത്തിന് പോയി, കല്യാണ സദ്യക്ക് കണ്ടപ്പോൾ ജസ്റ്റിസ് കോശി പറഞ്ഞു, TV വളരെ നന്നായിരുന്നു, വിട്ടുകൊടുക്കണ്ട, കയറി പിടിച്ചോളാം പിടിച്ചു. അങ്ങനെ പുള്ളിയുടെ ഒരു അനുഗ്രഹത്തിലാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ശരി, ശ്രീജിത്തിൻ്റെ ഒരു തുടക്കം, നിരീക്ഷണത്തിൻ്റെ ഒരു തുടക്കം എവിടെ നിന്നായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. നിരീക്ഷണത്തിൻ്റെ തുടക്കം വളരെ യാദൃശ്ചികമായിട്ടാണ്. പക്ഷേ ആ സമയത്തേക്ക് രാഷ്ട്രീയ നിരീക്ഷണം ഇവിടെ ഉണ്ട്, ജയശങ്കർ സാറൊക്കെ ഉണ്ട്. ഞാൻ
സ്വന്തം താല്പര്യത്തിൽ ഒരു റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ ആ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഇത് ഏതാണ്ട് 2014-15 എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ സമയത്ത് അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തു. അതിനുശേഷം അത് വായിച്ചതിന് ശേഷം അവർ ഒരാഴ്ചയോ 2 ആഴ്ചയോ മറ്റോ കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതും എഴുതി അയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കാവേരി ബംസായിയാണ് ഇന്ത്യ ടുഡേയുടെ അന്നത്തെ എഡിറ്റർ അറ്റ് ലാർജാണ്. അപ്പോൾ അന്ന് കാവേരി എന്നോട് എൻ്റെ ഈ 2 ആർട്ടിക്കിൾസും അവരുടെ ചീഫ് എഡിറ്ററിനെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഹീസ് എ ന്യൂ റൈറ്റർ, അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ നമുക്കിനിയും കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻസ് ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കൂടുതലായിട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ ഈ റിസർച്ചിനെ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമല്ല മറ്റെന്ത് വിഷയത്തിനെ പറ്റി വേണമെങ്കിലും എഴുതാം എന്നൊരു ഫ്രീ ഹാൻഡ് കിട്ടി. അപ്പോൾ അതേ തുടർന്ന് നിരവധി ആർട്ടിക്കിൾസ് അവർക്ക് വേണ്ടിയിട്ട് എഴുതി. അപ്പോൾ 2015 എൻ്റെ ഓർമ്മ, ഒരു ദിവസം യാക്കൂബ് മേമൻ എന്ന ടെററിസ്റ്റിനെ തൂക്കിക്കൊല്ലുന്ന ഒരു അസാധാരണ സിറ്റിംഗ് ഒക്കെ സുപ്രീം കോടതിയുടെ രാത്രിയിൽ കോടതി തുടർന്ന് ആ സംഭവം വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇവിടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി. അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണം ഇന്ന കാരണങ്ങളാൽ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ രാവിലെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇവരുടെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, ഇത്ര സമയത്തിനകം ഇത്ര ഷെയർ പോയി കഴിഞ്ഞാൽ അത് വൈറൽ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ആ സ്റ്റാൻഡേർഡ് അത് ബീറ്റ് ചെയ്തു. കൂടുതലായിട്ട് ആൾക്കാർ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് വായിച്ചു. അന്ന് ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ടൈംസ് നൗവിൽ നിന്നൊരു കോൾ വരികയാണ്. അപ്പോൾ അത് അർണബ് ഗോസ്വാമിയുടെ ഷോയുടെ പ്രൊഡ്യൂസറാണ്, ഹെർമൻ ജെയിംസ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേ വിഷയമാണ് ഇന്ന് രാത്രി അർണബ് ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പോൾ ഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി, പിന്നെ സുപ്രീം കോർട്ടിലെ കുറേ അഡ്വക്കേറ്റ്സ്, ഇവരൊക്കെ ആവും പാനലിസ്റ്റുകൾ, അതിലൊപ്പം ഇരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയില്ല അന്ന് ട്രിവാൻഡ്രത്ത് ടൈംസ് നൗവിൻ്റെ സ്റ്റുഡിയോ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റുഡിയോ ഉണ്ട്, വണ്ടി അയക്കാം, ഇതേപോലെ തന്നെ വണ്ടി അയക്കാം, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മളൊരു ആർട്ടിക്കിൾ സ്ട്രക്ചർ ചെയ്യുന്ന പോലെ അല്ലല്ലോ സംസാരിക്കുക. അപ്പോൾ എന്ത് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഈ ഷോയുടെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീജിത്ത്, ആർ യു പ്രിപ്പയർഡ്? ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അതുതന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഈസ് ദിസ് യുവർ ഫസ്റ്റ് ടൈം ഓൺ ടി വി? ഞാൻ പറഞ്ഞു ടി വിയിൽ ആദ്യമായിട്ടല്ല, പക്ഷേ ലൈവ് ടി വി ചർച്ച ആദ്യമായിട്ടാണ്. പുള്ളി പറഞ്ഞു ഓക്കെ, ദെൻ ഐ ഹാവ് ഓൺലി വൺ അഡ്വൈസ് ഫോർ യു, ഷൗട്ട്. ഞാനാകെ കിളിപോയി. ഞാൻ ഓർത്ത് ഇതെന്താ? പുള്ളി പറഞ്ഞു ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ വോയിസ് ഓർ എൽസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി. പക്ഷെ ഞാൻ എത്രയൊക്കെ ഇങ്ങനെ ശ്രമിച്ചിട്ടും എനിക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തുടക്കക്കാരനാണ്, ഷൗട്ട് ചെയ്യുന്നില്ല. മറ്റുള്ള അഭിഭാഷകരൊക്കെ തന്നെ അതിൽ ചർച്ചയിൽ വൻ ബഹളം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അർണബ് തന്നെ എല്ലാവരെയും സൈലൻസ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ തുടക്കം ആ കളരിയാണ്. പിന്നെ അതിന് ശേഷം ഇത് നാച്ചുറലി നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ഒരു മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മാധ്യമത്തിൽ വരുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായി ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് മാതൃഭൂമിയാണ്, പിന്നെ കൈരളി, പിന്നെ അങ്ങനെ അതിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വളരെ യാദൃശ്ചികമായി വന്നതാണ്. പക്ഷേ ഉണ്ടായിരുന്ന ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് അതിലേക്ക് വന്നതാണ്. ഈ ജയശങ്കർ സാർ, ഈ നിരീക്ഷണത്തിന് പോകുമ്പോൾ പല വിഷയങ്ങളാണല്ലോ, ആദ്യം അന്തവുമില്ലാതെ ഇങ്ങനെ വിഷയം കിടക്കുകയല്ലേ. ഇപ്പോൾ ഒരു ദിവസം ഒന്നെങ്കിൽ അടുത്ത ദിവസം അടുത്തൊരു വിഷയം, അതിൻ്റെ അടുത്ത ദിവസം മറ്റൊരു വിഷയം. ഈ വിഷയത്തിൽ എന്ത് തൊട്ടാലും കോൺട്രവേഴ്സി ആവാനുള്ള സാധ്യതകൾ. കോൺട്രവേഴ്സിയെ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഒരിക്കലും പേടിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ വിഷയം മിക്കവാറും ഒരു 2 മണി 3 മണിയാകുമ്പോൾ അവർ വിളിക്കും, ഇന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും എന്ന് പറയും. വരാൻ പറ്റുമോ, നമുക്ക് സൗകര്യമുണ്ടോ, സൗകര്യമില്ല എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. രണ്ടാമത് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇൻപുട്ട് വേണമെങ്കിൽ അന്ന് നടന്ന സംഭവമാണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ ഡീറ്റെയിൽസ് അതും ചിലപ്പോൾ അയച്ചു തരും, ക്ലിപ്പിംഗ് അയച്ചു തരും, അല്ലെങ്കിൽ ടെക്സ്റ്റ് അയച്ചു തരും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ഫ്രീ സ്റ്റൈൽ ഗുസ്തിയാണ്. അതിന് പ്രത്യേകിച്ച് യാതൊരു നിയമങ്ങളുമില്ല. അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടോ ഈ വിഷയം? അതിൽ പ്രിപ്പറേഷൻ ഇല്ല. ഇല്ല ഇല്ല ഓഫ് ഹാൻഡാണ്.
അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ ഇത് ചെയ്യണമെങ്കിൽ സത്യത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രിപ്പറേഷൻ നിരന്തരമായി അല്ല, അത് നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കുട്ടിക്കാലം തൊട്ട് വായിച്ച ആ ലേഖനങ്ങൾ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ, കവിതകൾ, സിനിമാ പാട്ടുകൾ, വായ്ത്താരികൾ, ഇതൊക്കെ സന്ദർഭോചിതമായിട്ട് എനിക്ക് ആ സമയത്ത് ഓർമ്മ വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യം. അതൊരു അത് ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാത്രവുമല്ല, ചോദ്യം ഏത് ഭാഗത്തുനിന്നായിരിക്കും വരിക, നമ്മുടെ എതിർഭാഗത്ത് ആരൊക്കെയായിരിക്കും ഇരിക്കുകയെന്നറിയില്ല. ചിലപ്പോൾ ഇതിൽ വരാവുന്നൊരു വലിയ ദുര്യോഗം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒരേ അഭിപ്രായമായിരിക്കും. മനസ്സിലായി? അതൊരു വലിയ പ്രശ്നമാണ്. ഒരാളെങ്കിലും എതിര് പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാനുള്ളൊരു സ്കോപ്പ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് മുമ്പ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാവും. അതെ, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് വരുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ചർച്ചയിൽ പിന്നെ വേറൊരു പ്രത്യേകത, 1 മണിക്കൂർ ചർച്ച എന്ന് പറയുമ്പോഴും ഒരാൾക്ക് എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ കിട്ടുന്നത് 6 മിനിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. 6 മിനിറ്റ്. ആദ്യത്തെ സ്പെല്ലിൽ ഒരു 4 മിനിറ്റ് കിട്ടിയാൽ കിട്ടി, രണ്ടാമത്തിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് അതേ കിട്ടുള്ളൂ. നമ്മൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ അതിനിടയ്ക്ക് 6 മിനിറ്റാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, പറയുന്ന കാര്യം ഏറ്റവും ലളിതമായിട്ട് പറയാം. ഒറ്റ കേൾവിയിൽ ആളുകൾക്ക് മനസ്സിലാവും. രണ്ടാമതൊരിക്കൽ കേൾക്കാൻ പറ്റും നോർമലി. പിന്നെ യൂട്യൂബ് വന്നുകൊണ്ട് കുഴപ്പമില്ല. സാധാരണയിൽ രണ്ടാമതൊരു കേൾവിയില്ല. ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകൾ, വായ്ത്താരികളും ഇങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരിക്കലും യുക്തിക്കെതിരായിട്ട് സംസാരിക്കണം. മനുഷ്യൻ്റെ ലോജിക്കിനെതിരായിട്ട് സംസാരിക്കാൻ പാളീസായി പോകും. എത്ര വലിയ ചർച്ചക്കാരനെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷമില്ല. അതാണ് അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഏത് വിഷയത്തെക്കുറിച്ചും ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഭിപ്രായം, സാധാരണക്കാരനൊരു അഭിപ്രായം. ആ അഭിപ്രായം എന്തായിരിക്കും? ഈ അഭിപ്രായം തന്നെ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടാകുക. അവർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അവരറിയേണ്ട കാര്യം നമ്മൾ പറയും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് അത്ര ആർട്ടിക്കുലേറ്റായിട്ട് പറയാൻ ഇവർക്ക് പറ്റില്ല. പക്ഷേ ഈ ആശയം, ഈ അഭിപ്രായം ഇവരുടെ ഉള്ളിൽ നേരത്തെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ ഉള്ളിലുള്ള അഭിപ്രായം നമ്മൾ അങ്ങോട്ട് പറയേ വേണ്ടൂ. ഇത്രയും കാര്യമുള്ളൂ. ഈ അഭിപ്രായം ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം നമ്മൾ പറയും. ഇതാണ് അതിൻ്റെ ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്ത് ലൗഡായി നമ്മൾ പറയുന്നത്. അതെ അതെ അതെ. ഞാൻ കണ്ടറിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആൾ PC ചാക്കോയാണ്. ഇപ്പോൾ NCP നേതാവായിരിക്കുന്ന പഴയ കോൺഗ്രസ് നേതാവ് ചാക്കോയുടെ ഒരു പ്രത്യേകത, ഒരു പൊതുയോഗത്തിൽ ആണ് 1 മണിക്കൂർ പ്രസംഗിക്കണം എന്ന് വെച്ചു. അദ്ദേഹം കറക്റ്റായിട്ട് 1 മണിക്കൂർ കൃത്യമായിട്ട് ഈ ആശയം വ്യക്തമാക്കി സംസാരിക്കും. ഒന്നാന്തരം സംസാരം. 10 മിനിറ്റ് പാർലമെൻറ്റിൽ പ്രസംഗിക്കണം, ഇംഗ്ലീഷിലായിക്കോട്ടെ, അത് കൃത്യമായിട്ട് പറയും. 2 മിനിറ്റ് ഒരു TV ഷോയിൽ സംസാരിക്കണമെങ്കിൽ ഇതേ കാര്യം തന്നെ 2 മിനിറ്റിൽ കൃത്യമായിരിക്കും. ഞാൻ പറഞ്ഞ ചാക്കോയുടെ അത്ര എഫക്റ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടേ ഇല്ല ഒരു ചാനലിലും, ഒരു സ്ഥലത്ത് കേട്ടത്. അതാണ് സംസാരത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഒരു പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനം. ശ്രീജിത്തിലേക്ക് വന്നാൽ, ശ്രീജിത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇതുപോലൊരു ഫ്രീ സ്റ്റൈലാണോ? ഫ്രീ സ്റ്റൈലാണ്. കാരണം ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പുറത്തെ പാനലിൽ ആരൊക്കെയാണെന്ന് ചോദിക്കാറില്ല, സാധാരണ ചോദിക്കാറില്ല. ഇപ്പോൾ അവർ പറയാറുമില്ല, അവർ പലപ്പോഴും പറയാറുമില്ല. ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് പലപ്പോഴും ഈ ചർച്ചയ്ക്ക് മുമ്പ് മാക്സിമം റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രൊമോ കാർഡ്സ് ആണ്. അപ്പോൾ പ്രൊമോ കാർഡ്സ് നമുക്കും അയച്ചു തരും, സോഷ്യൽ മീഡിയ വഴി നമ്മളും ഷെയർ ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ആരൊക്കെയാണ് പാനലിസ്റ്റ് എന്ന്. അത് ചോദിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പാനലിസ്റ്റ് ആരെന്ന് കരുതി നമുക്കൊരു പ്രിപ്പറേഷൻ ഇല്ല. അപ്പുറത്ത് വരുന്ന ആൾ ഒരു പാർട്ടിയുടെ വക്താവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് തർക്കിക്കുക. അപ്പോൾ ആ സമയത്ത് ഒറ്റ വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പം ആ വ്യക്തി എന്ന് പറയുന്നത് അവിടെ ഇമ്മെറ്റീരിയലാണ്. രണ്ട്, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ചകളിൽ കാണുന്നത് കണ്ടംപററി ഇഷ്യൂസാണ്, ഇപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തൊക്കെയായിരിക്കും ചർച്ച എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഏകദേശ ധാരണയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിനെ പറ്റി നമ്മളിങ്ങനെ ഒരു ഡെവലപ്പിംഗ് സ്റ്റോറി നമ്മളും ഇങ്ങനെ അതിനോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഒരല്പസമയം കിട്ടുന്ന സമയത്ത് ഇന്ന വിഷയത്തിൻ്റെ ലേറ്റസ്റ്റ് എന്താണ് എന്ന് നോക്കും. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞതുപോലെ ഫ്രീ സ്റ്റൈലാണ്. പിന്നെ ഒരു അഡീഷൻ വരുന്നത് ഏതെങ്കിലും ഒരു നിയമം, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ്, അങ്ങനെയുള്ള ഒരു സംഭവം വരുന്ന സമയത്ത് അതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ചർച്ചകളിൽ പങ്കെടുക്കാറുള്ളൂ. പലപ്പോഴും ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു ഉദാഹരണം പറയാം, ചാനൽ ഏതാണെന്ന് പറയുന്നില്ല. എന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പറഞ്ഞു, അതാ കോടതിയുടെ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, അതാണ് ചർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കയ്യിൽ ആ വിധിയുടെ പകർപ്പുണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരൂ, വായിച്ചിട്ട് വരാം. ഇല്ല, അത് വരാൻ സമയമെടുക്കും. അപ്പോൾ ഇത് കോടതി മുറിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്, അതാണ് ചർച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറയുന്നതല്ലേ,
അതിലെന്താ ആധികാരികത എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പേരിൽ ഞാൻ വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് നാളെ അതല്ല അവിടെ സംഭവിച്ചത് എന്ന് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ ക്രെഡിബിലിറ്റിയെ കൂടി ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. വിധി വന്നതിന് ശേഷം നിങ്ങൾ നാളെ ഇതേ ടോപ്പിക് എടുക്കുകയും നിങ്ങൾ എന്നെ വിളിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പങ്കെടുക്കാം എന്ന് പറയും. അപ്പോൾ നമ്മളൊരു 60 മിനിറ്റ് ഒരു ടി വി എയർ ടൈം സ്ക്രീൻ സ്പേസ് എന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയൊന്നും അല്ലല്ലോ. നമ്മളൊരു വിഷയമുണ്ട്, ആ വിഷയത്തിലൊരു അഭിപ്രായമുണ്ട്, അതിനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ പല രാഷ്ട്രീയ പ്രവർത്തകരും പറയുന്നത് പോലെ എന്തെങ്കിലും കേട്ടിട്ട് അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്തി പിന്നെ പുലിവാലി പിടിക്കുക എന്നതിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ പ്രിപ്പറേഷൻ ബേസിക്കലി ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള കോർ സബ്ജക്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വായിച്ചതിന് ശേഷം പോകും. അതല്ലാത്ത കാര്യത്തിനെല്ലാം നമുക്ക് ഓൾറെഡി ഒരു ഒപ്പീനിയൻ ഉണ്ടാകും. ഞാൻ കരുതുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറോ ശ്രീജിത്ത് പണിക്കരോ മാത്രമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരാണ് രാഷ്ട്രീയ നിരീക്ഷകരെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ധരിക്കണോ വേണ്ടയോ ഇപ്പോഴത്തെ ഒരു വലിയ വിഷയമാണ്. ഇതിനെപ്പറ്റി ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായം. PV അൻവറിനെ UDF എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള എല്ലാവർക്കും അഭിപ്രായമുണ്ട്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഇവർക്കെല്ലാം അഭിപ്രായമുണ്ട്. ഇന്ത്യ ഇന്നത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് പരാജയപ്പെട്ടു, രോഹിത് ശർമ്മ മാറി നിന്നത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിൽ ഓരോരുത്തരിലും ഇപ്പം എന്നെ തന്നെ കളിയാക്കിയ ആൾക്കാർ പറയുന്നുണ്ട് അയാൾ പക്ഷി നിരീക്ഷകനാണ്, വാന നിരീക്ഷകനാണ്. ഞാൻ പറയുന്നത് ഇന്ന് മഴ പെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. നമ്മൾ ഇതേ കാര്യത്തിനെ സ്ട്രക്ചേർഡായിട്ട് ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് കൊണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരാളിൻ്റെയും പൊതുബോധത്തിനെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കാതെ അതിനെ സ്ട്രക്ചർ ചെയ്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളിന് ഒരുപക്ഷെ കൂടുതലായിട്ടുള്ള അവസരങ്ങളുണ്ടാവും എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ നിരീക്ഷകർ എന്നുള്ള അഭിപ്രായം നമുക്ക് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കാൾ നന്നായി അഭിപ്രായം പറയുന്ന, നമ്മളെക്കാൾ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഈ ഓഡിയൻസിൽ തന്നെ ഉണ്ടാകും. ഒറ്റ ഡിഫറൻസ്, അന്ന് എന്നോട് ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ വോയിസ് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ ഒരാൾ ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിയില്ല. നമുക്കൊരു അവസരം കിട്ടുന്നു, നമ്മൾ ആ അവസരത്തിനെ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് പ്രിപ്പറേഷൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കരുതാറുള്ളത്, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ അതിനെ വേറൊരു തലത്തിൽ പറഞ്ഞാൽ എൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതല്ല, ഇത് കാണുന്ന ആൾക്കാരുടെ കളക്റ്റീവ് ഇൻ്റലിജൻസ്. ആ കളക്റ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എൻ്റെ ധാരണയേക്കാൾ, എൻ്റെ IQ-വിനേക്കാൾ എത്രയോ മുകളിലാണ്. അപ്പോൾ അവരുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കാതിരിക്കുക, പിന്നെ അൺപോപ്പുലർ ആണെങ്കിലും ഒപ്പീനിയൻ പറയുക. ആ ഒപ്പീനിയനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഇതിന് ബേസിക്കലി ആ പ്രിപ്പറേഷൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ ഒരു ബോൾഡ്നെസ്സാണ്. നമുക്ക് അഭിപ്രായമുണ്ട്, അഭിപ്രായം പറയാനായിട്ട് നമ്മൾ വൈമുഖ്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ജയശങ്കർ സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച ഒരാൾ വരുന്നു, അയാൾക്ക് ചില രേഖകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കാൻ കഴിയുക. ചിലതിനപ്പുറത്തോട്ട് അയാൾക്ക് പോകാൻ കഴിയില്ല, ചിലതിനപ്പുറത്തേക്ക് അയാൾക്ക് മാറി നിൽക്കാനും കഴിയില്ല. അപ്പം നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ആ ഫ്രീഡം യഥാർത്ഥത്തിൽ നിരീക്ഷകന് കിട്ടുന്ന ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് ഒരു ചാനൽ ഡിസ്കഷനിൽ. അങ്ങനെയല്ല, നിരീക്ഷകന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, എക്സ്ട്രാ അല്ല. നമ്മൾ ഒരു കളത്തിൽ കൃത്യമായിട്ട് നിൽക്കും. മറിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ സമുദായ സംഘടനയുടെ പ്രതിനിധികളായിട്ട് വരുന്നവർക്ക് നമ്മൾ പറയുന്നതാണ് സത്യമെങ്കിൽ പോലും അത് സമ്മതിക്കാൻ പറ്റില്ല. അത് അവരുടെ റെസ്ട്രിക്ഷനാണ്. അവരുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടിരിക്കുന്നു, നമ്മളുടെ സ്വാതന്ത്ര്യം അന്യൂനമായി നിലനിൽക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ആ പൂർണ്ണമായി കിട്ടുന്ന സ്വാതന്ത്ര്യം സത്യത്തിൽ പലപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതെ, നമ്മൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് മറ്റവർക്കില്ല. അതാണ് കൂടുതൽ സത്യം. നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു, അവർക്ക് അത്ര തന്നെ സ്വാതന്ത്ര്യമില്ല. അവരുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രീജിത്തിനോട് ഞാനൊന്ന് ചോദിച്ചാൽ, ഈ പരിമിതപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി അപ്പുറത്തും അനസ്യൂതമായ സ്വാതന്ത്ര്യമുള്ള വ്യക്തികൾ ഇപ്പുറത്തും ഇരിക്കുന്ന സമയത്ത് നിരീക്ഷകന് സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവിന് മുകളിലേക്ക് ഒരു എക്സ്ട്രാ എഡ്ജ് സാധാരണ എല്ലാ ചർച്ചകളിലും കിട്ടാൻ സാധ്യമാണോ അങ്ങനെ നോക്കുമ്പോൾ? 100% അങ്ങനെയാണ്. കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാവും. ആ തിങ്ക് ടാങ്കാണ് ഒരു വിഷയത്തിൽ നമ്മുടെ സമീപനം എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം അവരുടെ കേഡേഴ്സിനെ അറിയിക്കുന്നു, അവരുടെ വക്താക്കളെ അറിയിക്കുന്നു. ഈ വക്താക്കൾക്ക് എല്ലായ്പ്പോഴും അതേ അഭിപ്രായം ആയിരിക്കണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്നോടൊപ്പം ഒരു ചർച്ചയിൽ പങ്കെടുക്കാം. അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്റ്റുഡിയോ റൂമിലാണ്. നേരെ ഫ്രണ്ടിൽ ക്ലോക്കുണ്ട്.
ഒരു 4 മിനിറ്റ് കാണും ഈ ചർച്ച തീരാനായിട്ട്. ആ സമയത്ത് ഞാൻ ഈ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിലേക്ക് എത്തുന്നതേയില്ല. അദ്ദേഹം മറ്റെവിടേക്കോ കൂടി ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സമയമില്ല, തീരാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്, മറുപടി പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇങ്ങനെ ചുറ്റി വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ആങ്കർ ഇടപെട്ടു. ആങ്കർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ദാ സമയം നമ്മുടെ തീരാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ഞാനും ആവർത്തിക്കുന്നു, അതിന് മറുപടി ഉണ്ടോ എന്ന് ചോദിക്കും. ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ആങ്കർ ഇടപെട്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഈ ചർച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങളിങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം സംബോധന ചെയ്യുന്ന ഒരു രീതി പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് തുല്യമാകും, അതുകൊണ്ട് അത് പറയുന്നില്ല. എൻ്റെ പേര് വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല, അതെൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിലും നിങ്ങളിപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ എൻ്റെ ശരിയായിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്ന അഭിപ്രായമാണ് പറയുന്നത് എങ്കിൽ ഞാൻ പാർട്ടിക്ക് അനഭിമതനാകും. അതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരെ വെറുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സമയം കളയുക തന്നെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനുണ്ടാകാം. ഇപ്പോൾ ജയശങ്കർ സാറിനറിയാം, നമ്മൾ ചർച്ചകളിൽ സ്റ്റുഡിയോയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന പല ആൾക്കാർക്കും അവരേത് വ്യൂവിനെ ഡിഫെൻഡ് ചെയ്യാനാണോ വരുന്നത് ആ വ്യൂ അവർക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരു വിഷയം ഉണ്ടാകുന്നു, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കാഷ്വലായിട്ട് ഇവരോട് സംസാരിക്കും, ചർച്ചയ്ക്ക് മുമ്പും ശേഷവും. ആ സമയത്തൊക്കെ തന്നെ ഇവർ മിക്കപ്പോഴും നമ്മൾ പറയുന്ന അതേ വ്യൂവിലായിരിക്കും. പക്ഷേ ക്യാമറ ഓണാകുന്നു, ഓൺ എയർ ആകുന്ന സമയത്ത് ഇവരുടെ നിവൃത്തികേട് അല്ലെങ്കിൽ അതവരുടെ ചുമതല, അതുകൊണ്ട് അവർക്കത് പറയാനായിട്ട് ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിനെ പിന്നെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയുടെ ഏത് പരിധി വരെ നമുക്ക് ലംഘിക്കാം എന്നതിന് ഓരോരുത്തർക്കും ഓരോരോ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും. അതിനനുസരിച്ചായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യം അനിയന്ത്രിതമാണ്. പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ, ഒരേ വിഷയത്തിൽ വ്യത്യസ്ത പാർട്ടികളാണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നിലപാട് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബന്ധു നിയമനം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ ബന്ധുക്കൾ നിയമനത്തിന് വരുന്ന സമയത്ത് നമ്മളതിനെ ഘോരം എതിർക്കുകയും മറ്റൊരു പാർട്ടിയുടേത് വരുന്ന സമയത്ത് നമ്മൾ നിലപാട് മയപ്പെടുത്തുകയും ചെയ്താൽ നമ്മുടെ നിലപാടിൽ സത്യസന്ധതയില്ല, കൺസിസ്റ്റൻസി ഇല്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു വിഷയം എന്നതാണ്, ഇപ്പോൾ സ്ത്രീ സുരക്ഷ, ഇതാണ് നിങ്ങളുടെ നിലപാട്. അതിലുള്ള പ്ലേയേഴ്സ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാട് അതായിരിക്കണം. ഈ പറഞ്ഞതുപോലെ ബന്ധു നിയമനം, നിങ്ങളുടെ നിലപാട് ഇതാണ്. ആൾക്കാർ മാറാം, പക്ഷേ നിങ്ങളുടെ നിലപാട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അങ്ങനെ കൺസിസ്റ്റൻസി ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഭയമില്ലാതെ അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടാകും, സ്വീകാര്യത ഉണ്ടാകും. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ മുകളിൽ സ്വീകാര്യത ഉണ്ടാകും. അവിടെയാണ് ഞാൻ കരുതുന്നത് ഈ സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിക്കണം, ഒരു ഉത്തരവാദിത്തമാണ്. എപ്പോഴെങ്കിലും സ്വന്തം അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് മയപ്പെടുത്തിക്കൊണ്ടോ അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നമ്മൾ ഈ ജോലിക്ക് കൊള്ളില്ല എന്നതിനർത്ഥം. കാരണം നമ്മൾ വഞ്ചിച്ചുകൊണ്ട് ഒരഭിപ്രായം പറയുക എന്നുള്ളത് ശരിയല്ല. നമ്മുടെ അഭിപ്രായത്തിൻ്റെ പേരിലാണ് നമ്മളെ വിളിക്കുന്നത്. നമുക്കൊരു ഗോഡ് ഫാദർ ഉണ്ടായിട്ടോ നമ്മളൊരു പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളത് കൊണ്ടോ അല്ല നമ്മൾ അഭിപ്രായം പറയുന്നത്. ഞാൻ ഒരു ചർച്ചയിൽ മോശമായി പെർഫോം ചെയ്താൽ എനിക്കില്ലാതാകുന്നത് അടുത്ത അവസരങ്ങളാണ്. അപ്പോൾ അതെൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ എനിക്ക് ആൾക്കാരോട് ഉത്തരവാദിത്വമുണ്ട്, എനിക്ക് എന്നോട് തന്നെ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നമ്മുടെ അഭിപ്രായത്തിനെ, നമ്മുടെ മനസാക്ഷിയെ, നമ്മുടെ സത്യസന്ധതയെ മറികടന്നുകൊണ്ട് ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. അല്ല, ശ്രീജിത്തിൻ്റെ പോലെയല്ല എൻ്റെ സ്ഥിതി. ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന ആളാണ്. ഈ നേതാക്കന്മാരാണെങ്കിലും അവരുടെ യുവ നിരയിൽപ്പെട്ടവർ മിക്കവാറും എല്ലാവരും തന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് വളരെ അടുപ്പമുള്ളത്. ഈ പറയുന്ന അഭിപ്രായങ്ങൾ ഇവർ പലരും വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള സത്യം. സമയം എനിക്ക് വളരെ വിഷമം തോന്നിയ 2 സന്ദർഭങ്ങൾ. ഒന്ന്, ശ്രീ ജോസ് തെറ്റേലിനെതിരായിട്ട് ലൈംഗിക അപവാദം ഉണ്ടായ സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പമുള്ള ആളാണ്, ഞങ്ങൾ നാട്ടുകാരാണ്, എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ആളാണ്. അപ്പോൾ ഈ സംഗതി ഇത് വിവാദവുമായി ബന്ധപ്പെട്ട അപവാദം, ആദ്യം അപവാദമായിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. എനിക്കിതിൻ്റെ ഉള്ളുകളികൾ ഏറെക്കുറെ അറിയുകയും ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ചാനലുകാർ വിളിക്കുന്നു, ഇന്നമാതിരി ഒരു വാർത്ത വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിലില്ല, ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അതിന് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ എനിക്ക് സമീപകാലത്ത് നമ്മുടെ മനസാക്ഷിക്കെതിരായിട്ടെന്ന് പറഞ്ഞുകൂടെ, എന്നാലും വളരെ സങ്കടത്തോടെ പങ്കെടുക്കേണ്ടാവുന്ന ഒരു ചർച്ച ഈ കെ രാമേന്ദ്രൻ നായരുടെ മകൻ്റെ ബന്ധു നിയമനമായിരുന്നു. ബന്ധു നിയമനത്തിനെതിരായിട്ട് നമ്മൾ ഒരു നിലപാടാണ് ഏത് സമയത്തും എടുത്തുള്ളത്, അറിയാമല്ലോ. ഇ പി ജയരാജൻ്റെ ബന്ധു നിയമനത്തിലും
ജലീലിൻ്റെ ബന്ധു നിയമനത്തിലും ഇനി ആരുടെ ബന്ധു നിയമനമാണെങ്കിലും നമ്മളുടെ നിലപാട് ഒന്നാണ്. രാമേന്ദ്രൻ നായരെ സംബന്ധിച്ചുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ്, വളരെ അടുപ്പമുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ വളരെ സങ്കടം അനുഭവിച്ചു. പിന്നീട് ആ മകന് ജോലി കിട്ടിയെന്ന് കേട്ടപ്പോഴും ഞാൻ ഉള്ളുകൊണ്ട് സമാധാനിച്ചു. കാരണം ഇയാൾ ഒട്ടും തന്നെ കറപ്റ്റല്ലാത്തൊരു മനുഷ്യനാണ്, ഒട്ടും കറപ്റ്റല്ലാത്ത ഒരു രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. സത്യത്തിൽ ആ മകന് ജോലി കിട്ടേണ്ടത് കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു അനിവാര്യത. പക്ഷെ ഇവർ ചെയ്തപ്പോൾ ശുദ്ധ പോഷകത്തരമാണ് ചെയ്തത്. അയാൾക്ക് മരാമത്ത് വകുപ്പിൽ കൊടുത്തു, സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊടുത്താൽ മതിയായിരുന്നു. അത് മാത്രമല്ല, അതിൽ വേറൊരു വലിയ വൈരുദ്ധ്യം കൂടി ഉണ്ട്. ഈ കേസ് കൊടുത്ത ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ എൻ്റെ ജൂനിയറാണ് കേസ് നടത്തിയത്. അത് ഞാൻ ആ ചർച്ചയുടെ അന്ന് മാത്രമാണ് അറിയുന്നത്, ആര് ശബരിനാഥ്. അപ്പം ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. അപ്പം ഞാനപ്പോഴും നമ്മൾ ഈ ബന്ധു നിയമനത്തിനെതിരായ നിലപാട് ശക്തമായിട്ട് ഉന്നയിച്ചു. പക്ഷേ എന്നാൽ പോലും എനിക്ക് വലിയ സങ്കടം തോന്നിയ ഒരു ചർച്ച എന്നെ വ്യക്തിപരമായിട്ട് പല രീതിയിൽ വേദനിപ്പിക്കുകയും അതേസമയത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തു. കാരണം ശബരിനാഥുള്ള കേസ് നടത്തിയത്. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടാവും പലപ്പോഴും. ഒന്ന് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ ചർച്ചകളുടെ രീതികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചകൾ എന്തുമാത്രം ഒരു പൊതുബോധത്തിനെ, മനുഷ്യൻ്റെ ചിന്താഗതിയെ, തീരുമാനമെടുക്കലിനെ ഒക്കെ ഈ ചാനൽ ചർച്ചകൾ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അത് ഒരു പരിധി വരെ നമ്മുടെ രാജ്യത്ത് ഈ പൊതു അഭിപ്രായ രൂപീകരണത്തിൽ സഹായകരമാകും. പക്ഷേ ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പഴയ പോലെ ഒരു പിന്തുണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചാനലിൽ ആളുകൾ എത്ര പേര് ഇത് കാണുന്നുണ്ട് എന്നറിയില്ല. ഇത് കാണുന്ന ഒരു പ്രത്യേക രീതിയിൽപ്പെട്ട ആളുകളാണ്. കാണുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇടത്തരക്കാരാണ്, വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ആളുകളാണ്. ജോലിയില്ലെന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന, ഉദാഹരണത്തിന് പെൻഷൻ പറ്റിയ ആളുകളാണ്. പുരുഷന്മാരാണ് കൂടുതൽ കാണുന്നത് സ്ത്രീകളെക്കാൾ. രണ്ടാമത് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ആളുകൾ, അവരാണ് കൂടുതൽ കാണുന്നത്. ജഡ്ജിമാർ ഏറെക്കുറെ എല്ലാവരും തന്നെ കാണുന്നുണ്ട്. പക്ഷേ വക്കീലന്മാർ മിക്കവാറും ആരും തന്നെ കാണുന്നില്ല. കാരണം വക്കീലന്മാരെ സംബന്ധിച്ചുള്ള പിറ്റേ ദിവസത്തേക്കുള്ള അവനവൻ്റെ അരിക്കുള്ള ജോലി ചെയ്യേണ്ട സമയമാണ് ഈ ടി വി ചർച്ച. ജഡ്ജിമാരെ സംബന്ധിച്ചുള്ള അവൻ്റെ അന്നത്തെ ജോലി കഴിഞ്ഞ് ബാക്കി സമയത്താണ് ചർച്ച. അപ്പോൾ ഇത് അവന് ക്ലാസ് മനസ്സിലായില്ലേ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരിക്കൽ ഞാൻ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന മിക്കവാറും എല്ലാ ആളുകളും എന്നെ തിരിച്ചറിയുകയും എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയും, സാറ് പണ്ട് മറ്റേ ചാനലിൽ ഇന്ന മാതിരി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷേ നിലമ്പൂർക്കുള്ള ട്രെയിനിൽ കയറി നിലമ്പൂർ ചെന്ന് ഇറങ്ങുന്നവരെ ആ ട്രെയിനിലുള്ള ഒറ്റ ആൾ പോലും എന്നെ തിരിച്ചറിഞ്ഞില്ല. കാരണം ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ആരും ന്യൂസ് ചാനലിൽ കാണുന്നവരല്ല. കാണാത്തതെന്ന് വെച്ചാൽ അവർ വെറും കൃഷിക്കാരും സാധാരണക്കാരും ഇതിന് താഴെയുള്ള ആളുകളുമാണ്. അതവരെ തെറ്റല്ല. നിലമ്പൂർ എന്ന് ഇറങ്ങി ആദ്യത്തെ സെക്കൻഡിൽ ഓട്ടോറിക്ഷക്കാരടക്കം എന്നെ തിരിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഒരു പരിമിതി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന വിഭാഗം വേറൊരു വിഭാഗമാണ്. ആ ക്ലാസ്സിലുള്ളവർ മാത്രം തിരിച്ചറിയുള്ളൂ. അവരുടെ ബോധത്തിനെ, അവരുടെ ബോധ്യത്തിനെയൊക്കെ സ്വാധീനിക്കുന്നതിൽ ചർച്ചയ്ക്ക് വലിയ റോളുണ്ട്. തീർച്ചയായിട്ടും സ്വാധീനിക്കും. നമ്മളുടെ രാഷ്ട്രീയമായിട്ട് എതിരഭിപ്രായമുള്ളവരും അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് നടക്കുന്നവരൊക്കെ തന്നെ ഇതിലൊരു സത്യമുണ്ട് എന്ന് തിരിച്ചറിയും. അത് സ്വാഭാവികമാണ്, തീർച്ചയായിട്ടും. ഞാനിനി വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ ഒരു വലിയ സമുദായ നേതാവ് ഒരിക്കൽ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയുണ്ട്. ഇയാൾ വലിയ പണക്കാരനുമാണ്. അപ്പോൾ ഈ കൂടെയുള്ള ആളെ തന്നെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് മറ്റേ പുള്ളിക്ക് പരിചയപ്പെടുത്തി, ഇത് അഡ്വക്കേറ്റ് ജയശങ്കർ. പുള്ളിക്കർ നോക്കി, അഡ്വക്കേറ്റ് ആണല്ലേ എന്ന് ചോദിച്ചു. എവിടെയാണ് പ്രാക്ടീസ് ചെയ്തത്? എനിക്കൊരു അനുഭവം തോന്നില്ല. കാരണം പുള്ളി പണമുണ്ടാക്കുന്നതിനപ്പുറത്ത് വേറെ ഒരു കാര്യം പുള്ളിക്ക് അറിയില്ല. അത് പുള്ളിയുടെ കുറ്റമല്ല. അതെ, പുള്ളി ഈ വക ടി വി ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ പുള്ളിയുടെ കച്ചവടം നടക്കില്ല. പിന്നെ കാശുള്ളതുകൊണ്ട് പുള്ളി സമുദായ നേതാവായി മാറി എന്നുള്ള വേറെ കാര്യം. അങ്ങനെ സംഭവിക്കും. പിന്നെ ഇന്നസെൻറ്റ്, നമ്മുടെ MP ആയിരുന്ന ഇന്നസെൻറ്റിനെ ഞാൻ ആദ്യം കണ്ടത് ആലുവയിൽ പത്രപ്രവർത്തകരുടെ ഒരു മീറ്റിങ്ങിൽ. അപ്പോൾ എൻ്റെ പ്രസംഗം, ഇന്നസെൻറ്റ് വരാൻ വൈകി, എൻ്റെ പ്രസംഗം തീർന്നതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പേര്? ഞാൻ പേര് പറഞ്ഞു. അഡ്വക്കേറ്റാണല്ലേ? അതെ. ഇന്നസെൻ്റ് ഇതൊന്നും കാണില്ലായിരുന്നു. പുള്ളി ശരിക്കും ഇന്നസെൻ്റായിരുന്നു. പക്ഷേ അടുത്ത സ്റ്റേജിൽ ഈ ദിലീപിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നസെൻ്റ് അടക്കമുള്ള ആളുകളെടുത്ത നിലപാടിനെ കുറിച്ചൊക്കെ വലിയ രൂക്ഷമായ വിമർശനമുണ്ട്. അത് കഴിഞ്ഞ് ചാലക്കുടിയിൽ വെച്ച് ഈ സിനിമാ സംവിധായകൻ സുന്ദർദാസിൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ചടങ്ങ്, 1-ാം ചരമവാർഷികം. അവിടെ വെച്ച് കണ്ടപ്പോൾ ഇന്നസെൻ്റ് നല്ല ഓർമ്മയുണ്ട്, നല്ല പരിചയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ
അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ പുള്ളി ഇത് കണ്ടു. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും അതാണ് പ്രശ്നം. രീതികളും താല്പര്യങ്ങളും അനുസരിച്ച് ഇങ്ങനെ മാറും അല്ലേ? ശ്രീധരൻ എന്താ തോന്നിയിട്ടുള്ളത്? എന്തുമാത്രം ഇമ്പാക്റ്റ് ചർച്ചകൾക്ക് സമൂഹത്തിൽ ചെലുത്താൻ കഴിയുന്നുണ്ട്? അതിനൊരു വലിയ അളവ് വരെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അവരുടെ പാർട്ടിയുടെ നിലപാട് തെറ്റാണ് എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്തരം ചർച്ചകൾ വഴി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ ഒരു പ്രതിപക്ഷ ധർമ്മമാണ് നിർവഹിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ, പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരു ഫീൽ അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് സത്യത്തിൽ ചർച്ചകളിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കേരളയിൽ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സമൂഹത്തിന് ഗുണകരമാണോ? അതിനുവേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ടോ? കോംപ്രമൈസ് ചെയ്താൽ ഏതളവ് വരെ? ഇനി ആ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തതും സാധാരണ ചർച്ച തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെക്കാൾ നന്നായി സംസാരിച്ചതും ഈ നാട്ടിലെ വീട്ടമ്മമാരാണ്. വീട്ടമ്മമാർ മാത്രം പങ്കെടുത്തുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകളുടെയൊക്കെ തന്നെ ചർച്ചകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അവരുടെ ഉള്ളിലുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് അവർ പറയുകയാണ്. അവർക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഭിപ്രായത്തിനോട് ചേർന്ന് നിൽക്കേണ്ടതില്ല. ഒരുപക്ഷെ ഇവർ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജിക്ക് എതിരായിട്ട് അവർക്ക് സംസാരിക്കേണ്ടിയും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഒരു വളരെ ഓണസ്റ്റായിട്ടുള്ള ഒരാളിൻ്റെ ഒപ്പീനിയനാണ്. അങ്ങനെ അവരെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒപ്പീനിയനാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും അതിന് സ്വീകാര്യതയുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിരന്തരമായി ഇപ്പോൾ നമ്മുടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ, പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടായിക്കോട്ടെ ചർച്ചകൾ നടക്കുകയും മാധ്യമങ്ങൾ അതിന് വലിയ ശ്രദ്ധ നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു അവയർനെസ് ഉണ്ട്. ആ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഒരുപക്ഷെ പല തിരുത്തലുകൾക്കും ഇത്തരത്തിലുള്ള നയങ്ങൾ, നിലപാടുകൾ, നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർ പിന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനുരണനം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് പോലെ പല പാർട്ടികളുടെയും പല തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ മുമ്പ് കേട്ടിട്ടില്ലാത്ത രീതിയിലത്തേക്കുള്ള സ്വയം വിമർശനം ഉണ്ടാകുന്നുണ്ട്, നേതാക്കന്മാർക്കെതിരെയുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു സെൻസ് കിട്ടും. അതിൻ്റെ കാരണം പലപ്പോഴും പല പ്രദേശങ്ങളിലുള്ള ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. പല പാർട്ടിക്കാരും, അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും നമ്മളെ ഒരു പരിചയമില്ല. ഈ ചാനൽ സ്റ്റുഡിയോകളുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് എനിക്ക് ഇന്നയാളിൻ്റെ ഫോൺ നമ്പർ വേണമെന്ന് ചോദിച്ചാൽ അവർ കൊടുക്കും. അപ്പോൾ അതിൽ വലിയ പ്രൈവസി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നിരന്തരം വിളിക്കുന്ന ആൾക്കാരുണ്ട്. വിളിച്ചതിന് ശേഷം അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്, ഇന്ന ഒപ്പീനിയൻ നന്നായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു ആൾക്കാരിൽ ഒരു അഭിപ്രായ രൂപീകരണം സാധ്യമാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ അത് കുറച്ചുകൂടി ലളിതവുമാണ്. കാരണം നമ്മുടെ നാട്ടിൻപുറത്തുള്ള രാഷ്ട്രീയ ചർച്ചകൾ എന്ന് പറയുന്നത് എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ തട്ടുകടയിലായിരിക്കാം, ചിലപ്പോൾ ചായക്കടയിലായിരിക്കാം, ബാർബർ ഷോപ്പിലായിരിക്കാം, എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്ന രീതിയിലത്തേക്കുള്ള ചില പോസ്റ്ററുകൾ പോലും ചില കടകളിൽ പതിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ രാഷ്ട്രീയം പറയുന്ന ഒരു വിഭാഗമാണ് മലയാളികൾ. പക്ഷേ അത് ആൾക്കാരുടെ ഭാഷയിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പഴയ ഓൾഡ് ട്രഡീഷണൽ പ്രിൻ്റ് മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. അതിന് വേർഡ് കൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, എത്ര ഭംഗിയായിട്ട് അത് എഴുതുന്നു എന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിൽ ചർച്ചകൾ കാണുന്ന അത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ആ സെയിം സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുഖപ്രസംഗങ്ങൾ വായിക്കാറില്ല. മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്പായിരിക്കും, ഷോർട്ടായിരിക്കും, കുറച്ചുകൂടി ഒരു എലീറ്റ് ക്ലാസ്സിനാണെന്ന് തോന്നിപ്പോകും പലപ്പോഴും അതിൻ്റെ ആശയം നോക്കിയാൽ. ചർച്ചകളിൽ ഒരുപക്ഷെ നമ്മൾ ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ടാകും, പക്ഷേ സാധാരണക്കാരൻ്റെ ഭാഷയിൽ അവന് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലത്തേക്ക് പറയും. അപ്പോൾ ആൾക്കാർ ഈ ഒപ്പീനിയൻ എവിടെ കിട്ടും, നമ്മുടെ ഒപ്പീനിയൻ എങ്ങനെ ഫോമുലേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം ആൾക്കാരുടെ ഭാഗത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞില്ലേ, ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് അഭിപ്രായം ഉണ്ടാകും. ശ്രീനാരായണ ഗുരു ഷർട്ട് ഇടണോ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ആൾക്കാർ അഭിപ്രായം രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തമായിട്ടുള്ള തോന്നലുണ്ട്, മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു എന്നുള്ളതുണ്ട്. അപ്പം നമ്മുടെ ഒരു വ്യൂ തെറ്റായിരുന്നുവെങ്കിൽ വേറൊരു വ്യൂ സ്വീകരിക്കാം എന്നുള്ള ചിന്തയുണ്ട്. ഇങ്ങനെ ഇത് ഉണ്ടാകുകയാണ്. മറ്റേ രസം ഉണ്ടാവുകയാണ്, ഉണ്ടാക്കുകയല്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഉണ്ടാവുകയല്ല, ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒപ്പീനിയൻ ഫോമേഷൻ, ഒപ്പീനിയനേറ്റർ എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
നമ്മുടെ ഈ രണ്ട് പാനലിസ്റ്റുകൾക്കും രണ്ട് നിരീക്ഷകർക്കുമുള്ള ഒരു വലിയ പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ഭരണകക്ഷി എന്താ പറയുക ബഹിഷ്കരിച്ചിരിക്കുന്നതാണ്, വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് നിരീക്ഷകരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു സ്വാധീനം ഉണ്ടാക്കുന്നത് കൊണ്ടും ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടും അത് ജനത്തിനിടയിൽ അവരുടെ ചിന്താരീതികളെ മാറ്റിമറിക്കുന്നത് കൊണ്ടും ഒക്കെയാണോ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തലുണ്ടായിട്ടുള്ളത്? എന്തായിരുന്നു സാറിൻ്റെ ആ ഒരു സാഹചര്യം, സിനാരിയോ എന്തായിരുന്നു അതിൻ്റെ? അല്ല, സത്യത്തിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രകോപനം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു പ്രകോപനം ഇല്ലാതെയാണ് വിലക്ക്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചാണ് വന്നത്. എന്നെ വിലക്കിയത് പിന്നെ മനസ്സിലാക്കാം, ഒറ്റ കത്തിലായിരുന്നു പണിക്കരെ മനസ്സിലാക്കി വിലക്കിയത് ഒരു പരിധി വരെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ ഈ ജോസഫ് സി മാത്യുവിനെ വിലക്കിയത് എന്തിനാണെന്ന് ഇതുവരെയും മനസ്സിലാക്കി. ജോസഫ് സി മാത്യു ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തതായിട്ട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞങ്ങൾ 3 പേർ അങ്ങനെ, അല്ലെങ്കിൽ KM ഷാജഹാൻ കുറച്ച് ഇമ്പൾസീവായിട്ട് സംസാരിക്കുന്ന ആളാണ്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഇനി മേലിൽ ഞങ്ങളെ വിളിക്കരുത് എന്നൊരു തീരുമാനം ഇവരുടെ പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിലെടുത്ത് അത് TV ചാനലുകളെ അറിയിച്ചു. അതിന് വിപരീതമായിട്ടാണ് ഈ ഇറങ്ങിപ്പോക്ക് നടന്ന ദിവസം നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കറെ വിളിച്ചത്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അവർക്ക് വളരെയധികം കാര്യങ്ങൾ പറയാനുള്ള ദിവസമാണ്. പിന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന PK ഫിറോസാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായിട്ട് വളരെ ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സമയമാണ്. അവർക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ദിവസമാണ്, മറ്റവൻ ഒരു അപ്പർ ഹാൻഡുള്ള ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കാര്യമായിട്ട് ഉപയോഗിക്കണമല്ലോ. അതിന് പകരം ഇദ്ദേഹം ഞാൻ സ്റ്റുഡിയോയിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. നമ്മൾ ഇതൊക്കെ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ, അത്ഭുതം തോന്നേണ്ട പ്രായമൊക്കെ പണ്ടേ കഴിഞ്ഞു. അപ്പോൾ മാത്രമല്ല, ഇങ്ങനൊരു തീരുമാനം ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്നതിൽ എനിക്ക് നേരത്തെ അറിയാം. അതുമൊക്കെ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് തന്നെ അറിയും. ഇതൊക്കെ അതിൻ്റെ അകത്ത് ധാരാളം ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ഇൻഫോം ചെയ്യാനായിട്ടുണ്ട്. ഞാൻ ഈ ഇന്ത്യ വിഷനിൽ വാരാന്ത്യ പരിപാടി നടത്തിയിരുന്ന കാലത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ നാളെ വരാൻ പോകുന്ന വാർത്തകൾ ഏത് പേജിലായിരിക്കുമെന്നും ഏത് കോളത്തിലായിരിക്കുമെന്നും വിളിച്ചു പറയാൻ അവിടെ ആളുകളുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് ചെയ്യുന്നതല്ല, അവർ എന്നോടുള്ള സ്നേഹം കൊണ്ടും അവർക്ക് ശമ്പളം കൊടുക്കുന്ന സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ടും. മനസ്സിലായില്ലേ? അവിടുന്ന് ശമ്പളം മേടിച്ച് ജീവിക്കുന്ന ആളുകളാണല്ലോ, പുറമെയുള്ള ആളുകളായിരുന്നില്ല. അത് കമ്പോസിറ്ററോ അല്ലെങ്കിൽ പ്രിൻ്ററോ ഒന്നും അല്ലാതെ അറിയിക്കുന്നത്. അപ്പോൾ നാളത്തെ മുഖപ്രസംഗം ഇന്ന വിഷയത്തിലാണ്, അതിൻ്റെ ഉന്നം ഇന്ന രീതിയിലാണ്, ആ മുഖപ്രസംഗം പറഞ്ഞു കൊടുത്ത ഇന്ന ആളാണത് കൈകൊണ്ട് എഴുതിയത് എന്ന് വിളിച്ചു പറയാൻ സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ പാർട്ടികൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കാൻ പോകുന്ന തീരുമാനം ഇന്നതാണെന്നും അതിൻ്റെ അന്തർനാടകം ഇന്നതാണെന്നും പ്രത്യാഘാതം ഇന്നതാണെന്നും ഒക്കെ അപ്പോൾ ആളുകൾ അറിയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വലിയ സൗകര്യമുണ്ട്. നമുക്ക് കൃത്യമായ സോഴ്സുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. അതെല്ലാ പാർട്ടിയിലുമുണ്ട്, മിക്കവാറും എല്ലാ സംവിധാനത്തിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്ത ഒരു വലിയ സൗകര്യം എന്ന് പറയുന്നത് വെൽ ഇൻഫോംഡ് ആണെന്നുള്ളതാണ്. അത് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തേക്ക് പ്രകൃതിയില്ല. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് എൻ്റെ അടക്കമുള്ള ഫോണുകൾ പോലീസ് ചോർത്തി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയും ഇത് പോലീസിൻ്റെ പ്രധാന ജോലി. അത് CPM-കാർ വിളിക്കുന്നുണ്ടോ, CPI-കാർ വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു പത്രക്കാർ വിളിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. കോൺഗ്രസ്സിലെ I ഗ്രൂപ്പുകാർ എന്ന് വെച്ചാൽ I ഗ്രൂപ്പുകാർ അത്ര വിഡ്ഢികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. അവർ എൻ്റെ ഫോണിൽ വിളിക്കില്ല, വിളിക്കാൻ വേറെ ആളുണ്ട്. അയാളുടെ ഫോണിലേക്ക് വിളിക്കും, ആ ആൾ എന്നോട് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അയാളുടെ ഫോൺ എനിക്ക് തരും, എന്നിട്ട് വിവരം എന്നാ മനസ്സിലായി. അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കൃത്യമായ സംവിധാനങ്ങളും പോലീസുകാർ വരച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. ശ്രീജിത്തിന് എന്ത് കാരണമായിരുന്നു ശ്രീജിത്തിന് ഇങ്ങനെ പുറത്തു നിർത്തുന്നതിൻ്റെ ഒരു റീസൺ? കാരണം അറിയില്ല, പക്ഷേ എന്നാണ് അവരെന്നെ ബഹിഷ്കരിച്ചത് കാരണം അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. പ്രൊവക്കേഷൻ എന്തായിരുന്നു? ഞാൻ കരുതുന്നത് ബഹിഷ്കരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യം. ഇപ്പോൾ നമ്മുടെ സഭയിലാണെങ്കിൽ പോലും ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ അത് പെർമനൻ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ്. കാരണം ജനാധിപത്യമാണ് നമ്മുടേത്. ഇപ്പോൾ ജനാധിപത്യത്തിൽ നമ്മൾ ആശയത്തിനെ ആശയം കൊണ്ട് എതിരിടുക, ആശയത്തിനെ ആയുധം കൊണ്ടല്ല എതിരിടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഒരു വാദം തെറ്റാണ് എങ്കിൽ അതിനെ ആശയം കൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ച് തന്നെ തിരുത്താനായിട്ട് അവർ ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്.
എന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹിഷ്കരിച്ച സമയം ഓർക്കാൻ എളുപ്പമാണ്. എൻ്റെ ഓർമ്മ 2021 മെയ് 2 എന്തോ ആണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതെന്നാണ്. ആ സമയം മുതലാണ് ബഹിഷ്കരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലം എത്രയായോ അത്രയും കാലമായിട്ട് എന്നെ CPM ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഈ ബഹിഷ്കരണത്തിനെ പറ്റി അറിയാതെ ചില ഹതഭാഗ്യന്മാർ എന്നോടൊപ്പം തന്നെ ചർച്ചയിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട്. അവരോടൊക്കെ പിന്നീട് പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരെ എനിക്ക് വിലക്കിനെ പറ്റി അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 വർഷം ആയിട്ടുള്ള 4 വർഷത്തിലേക്ക് എത്തുന്ന ഒരു ബഹിഷ്കരണമായിട്ടും ഇപ്പോഴും ചാനലുകൾ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീജിത്ത് പണിക്കറും ഇല്ലെങ്കിൽ എന്ന് ഒരു കണ്ടീഷൻ, ഒരു കാവിയറ്റ് പോലെ അവർ പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ ഒരു പ്രിയാമ്പിൾ പോലെ അത് പ്രവർത്തിക്കുന്നുവെന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ സഭയിൽ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയാണ് എന്ന് കരുതി എന്തെങ്കിലും കാര്യം ഇവിടെ ഇല്ലാതാകുന്നില്ല. നമ്മുടെ പ്രതിഷേധം രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ക്രിയേറ്റീവായൊരു ഡിസ്കഷനിൽ പങ്കെടുക്കുക. പക്ഷേ ഒരാളിനെ നമ്മൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരില്ല, ഇതാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് അയാളുടെ അഭിപ്രായത്തിനെ നേരിടാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ കഴിവുകേടാണ്, അതല്ലാതെ നിങ്ങളുടെ മികവല്ല. അങ്ങനെ കഴിവുകെട്ട രീതിയിലത്തേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് അവർക്ക് തന്നെ തിരിച്ചറിവുണ്ടെങ്കിൽ ഒന്നുകിൽ അഭിപ്രായം തിരുത്തണം, അതല്ലെങ്കിൽ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സ്കില്ലുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് അവിടെ വെക്കണം. നമ്മളെ പലപ്പോഴും ഈ സൈബർ കടന്നലുകൾ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നിട്ട് അസഭ്യം തന്നെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും നമുക്കെതിരെ പറയാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അവരോട് പറയുന്ന കമൻറ്റുകളിൽ പറയാറുള്ളത്, മറ്റേ ഇല്ലേ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ വിടും, അവർ വന്ന് അഭിപ്രായം പറയട്ടെ, അതാണ് പാർട്ടിയുടെ അഭിപ്രായമെന്ന് ഞാൻ കരുതിക്കൊണ്ട് മറുപടി പറയാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായത്തിനെ ഭയക്കേണ്ട ആവശ്യമില്ല, അഭിപ്രായത്തിനെ ഭയന്ന് ഒളിച്ചോടേണ്ടെന്ന ആവശ്യമില്ല, മറിച്ച് അതിനെ ഖണ്ഡിക്കാനായിട്ട് നോക്കുക. ഇപ്പം ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ജനങ്ങളുടെ ഗതികേട് കൊണ്ട് ഞാൻ ജയിച്ച് ഞാൻ അസംബ്ലി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരോ പണിക്കൊരു ഈ സെഷനിലുണ്ട്, നമ്മളില്ല എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ നിലവിൽ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്കൊരു സൗകര്യമായിട്ട് നിങ്ങൾ കാണുന്നത് കൊണ്ട് അല്ലേ. അതായത് ചാനൽ ചർച്ചകളുണ്ട്, ചാനൽ ചർച്ചകൾക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക്കിനെ ഇത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ അഭിപ്രായം പറയുന്ന ആൾക്കാരെ അവർ എതിർക്കുന്നത്. അപ്പോൾ എതിർക്കുന്നതിൻ്റെ കാരണമൊന്നും ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല, ഞാനത് അന്വേഷിക്കാനും ശ്രമിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ BJP ആണ് എന്ന് പറയും, നിങ്ങൾ സംഘിയാണ് എന്ന് പറയും. ഇനി അങ്ങനെ ആണെന്ന് നിങ്ങളും കരുതിക്കും, എന്നാലും നിങ്ങൾ വന്ന് അഭിപ്രായം പറയും. സംഘിക്കെതിരെ നിങ്ങൾ പറയുന്ന അഭിപ്രായം, BJPക്കാരനെതിരെ നിങ്ങൾ പറയുന്ന അഭിപ്രായം, അത് പറഞ്ഞങ്ങ് തോൽപ്പിച്ചാൽ പോലെ കേസ് തീർന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, അത് എനിക്ക് തോന്നുന്നില്ല ജയശങ്കർ വക്കീലിന് പോലും ആ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ CPMകാർ എന്നെ BJP എന്ന് തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കാർ അടുത്ത കാലത്തായിട്ട് എന്നെ കോൺഗ്രസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ചില ചർച്ചകളിൽ എന്നെ BJP ബഹിഷ്കരിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ ഉണ്ടെങ്കിൽ ഇരിക്കില്ല എന്ന് BJP പറഞ്ഞു എന്ന് പല ചാനലുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വഖഫ് പോലെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് എന്നെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. CPM എല്ലാ കാലവും ബഹിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള ക്ലെയിം എനിക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. കാരണം അതല്ല എങ്കിൽ ഈ നേതാക്കന്മാരെ എല്ലാം നിങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ആരാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. അപ്പോൾ K. സുരേന്ദ്രൻ പറയും പണിക്കർ മൂത്ത കോൺഗ്രസ് ആണ്, മറ്റേ പപ്പു പറഞ്ഞ പോലെയാണ്, താൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ K. സുരേന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും മൂത്ത കോൺഗ്രസ് ആണെന്ന് പറയും. CPMൻ്റെ ആളിനോട് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ BJP ആണെന്ന് പറയും. കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംഖ്യയാണെന്ന് പറയും. മുസ്ലിം ലീഗുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർ പല തട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നിലപാട് നിരന്തരമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെ ഫേവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷയാധിഷ്ഠിതമായി നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്ക് ഇവിടെ സ്വീകാര്യതയുണ്ട്, അത് ആൾക്കാരെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതെൻ്റെ വിജയമാണെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും. നമുക്ക് ഈ പല വിഷയങ്ങളെക്കുറിച്ചും നിരീക്ഷണത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ സത്യത്തിൽ ലൈവായിട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണം നിങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം നമ്മൾ നിരീക്ഷണത്തിനെക്കുറിച്ച് സംസാരിച്ചു, ചർച്ചയെക്കുറിച്ച് സംസാരിച്ചു. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എനിക്കും ശ്രീജിത്തിനും ജോസഫ് സി മാത്യുവിനും പൊതുവായിട്ടുള്ള ഒരു അനുഗ്രഹം, ഈ ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനെ CPMകാർ ബഹിഷ്കരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ലോകത്തെ ഏത് വിഷയത്തെക്കുറിച്ച് സമാധാനത്തോട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തമ്മിൽ യാതൊരു ഒച്ചയോ ബഹളമോ വഴക്കോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ വിലക്കപ്പെട്ട ഒരു ചാനലും അതിലെ ഒരു ആങ്കർ കൂടിയുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പ്രശ്നമുണ്ടല്ലോ. ഒരു വിലക്കപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. അതെ, വിലക്കപ്പെട്ടവർ. വിലക്കപ്പെട്ടവർ. നമ്മളൊരു വിഷയത്തിനെ കുറിച്ച് അപ്പോൾ ഏറ്റവും ലൈവായിട്ട്, ഒരു നമ്മുടെ ഈ പറഞ്ഞ അത്രയും കണ്ടംപററി ലൈവ് അല്ലെങ്കിലും കുറച്ചുകൂടെ പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ട് നമുക്ക് നിൽക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായി ഉണ്ടായ മാറ്റം. അതിൽ ഇന്ത്യക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയുണ്ടെങ്കിൽ അത് ശരിയാണോ? ശരിയാണെങ്കിൽ മുമ്പ് നമ്മൾ ബംഗ്ലാദേശിൽ ഇടപെട്ടത് ശരിയാണോ? അപ്പം ഇങ്ങനെ ഇന്ത്യ എന്നൊരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച പൊതുധാരയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു വിഷയത്തിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈവായി ഇവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് ഒരു പുതുമയൊന്നുള്ള കാര്യമല്ല. ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ അയൽ രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിൽ ഇടപെട്ടാൽ നമുക്കറിയാം. ബംഗ്ലാദേശ് ആകുന്നതിന് മുമ്പ് കിഴക്കൻ പാകിസ്ഥാനായിരുന്നു. അന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശീയവാദം. അവിടെ ഭാഷയാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് പാകിസ്ഥാൻ, രണ്ടാമത്തെ ഇസ്രായേൽ. അപ്പോൾ പാകിസ്ഥാൻ രൂപീകൃതമായ അന്ന് മുതൽക്ക് ഇന്ത്യയോട് വളരെ ഹോസ്റ്റൈലായിട്ടുള്ളൊരു രാജ്യമാണ്. ഇന്ത്യയോടുള്ള എതിർപ്പാണ് പാകിസ്ഥാൻ്റെ നിലനിൽപ്പ്. അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ നിലനിൽപ്പില്ല. മറിച്ച് പാകിസ്ഥാനോടുള്ള വിദ്വേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗ്ലാ നാഷണലിസം, ബംഗ്ലാ ദേശീയത ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെൻറ് നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് അല്ലെങ്കിൽ ശാസ്ത്രിയുടെ കാലം മുതൽക്ക് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കും. അതിന് പലതരത്തിൽ സൈദ്ധാന്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഒക്കെ പിന്തുണ കൊടുത്തു. വിഖ്യാതമായ അഗർത്തല ഗൂഢാലോചന കേസ്, അതിലാണ് മുജീബുർ റഹ്മാൻ ഇന്ത്യയുടെ സഹായത്തോടെ അഗർത്തലയിൽ വന്ന് പാകിസ്ഥാനിലെ മിലിറ്ററി ജൂണ്ടക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തിയെന്നുള്ളായിരുന്നു. അദ്ദേഹം കുറേ കാലം ജയിലിലായിരുന്നു. പിന്നീട് അദ്ദേഹം മോചിതനായി വരികയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ജയിച്ച പാർട്ടിക്ക് അധികാരം കൈമാറാനായിട്ട് സൈനിക മേധാവി കൂട്ടാക്കാതെ വരികയും ചെയ്തപ്പോഴാണ് അത് വലിയ കലാപമായിട്ട് കൂട്ടക്കൊലയായിട്ടൊക്കെ വന്നു. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടു. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സ്വതന്ത്ര രാജ്യം നിലവിൽ. അത് ഇന്ത്യയുടെ വലിയൊരു സൈനിക വിജയവും രാഷ്ട്രീയ വിജയവും നയതന്ത്ര വിജയവും കൂടി ഉൾപ്പെട്ട ഒരു വലിയ സംഭവമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളങ്ങുന്ന ഒരധ്യായം. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്നു പിന്നീട്. അത് വേറെ കാര്യം. എങ്കിൽ പോലും അവിടെ ഇന്ത്യയോട് ആനുകൂല്യമുള്ള ഒരു രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യയോട് ലെസ് ഹോസ്റ്റൈലായിട്ടുള്ള ഒരു രാജ്യത്തെ നമ്മൾ അവിടെ ഉണ്ടാക്കി. ഇന്ത്യ ഇടപെട്ട് വളരെ എവിഡൻ്റ് ആണല്ലോ. അതുപോലെ സിക്കിം ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമാണ്. അവിടെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയോട് വിയോജിപ്പുള്ള ഭരണാധികാരി ഒരാൾ തന്നെയാണ്, സിക്കിമിലെ ചോഗ്യാൽ, അവിടുത്തെ രാജാവ്. ഈ ചോഗ്യാൽ മരിച്ച അദ്ദേഹത്തിൻ്റെ മകൻ വന്നപ്പോൾ ഇയാളുടെ ഭാര്യ അമേരിക്കക്കാരിയാണ്. ഈ അമേരിക്കക്കാരിയായ സ്ത്രീയുടെ ദുഷ്പ്രേരണയ്ക്ക് വശംവദനായി അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി സൈന്യത്തെ അയച്ച് ആ രാജ്യത്തെ ഇന്ത്യയോട് ചേർത്തു, പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ ഭാഗമാക്കി ഇന്ത്യയിൽ ലയിപ്പിച്ചു. എന്ന് മാത്രമല്ല ചോഗ്യാൽ രാജ്യം വിട്ടു പോകേണ്ടായിട്ടു. ചോഗ്യാലിനോടായിരുന്നു ജനങ്ങൾക്ക് അപ്പോഴും താല്പര്യം. പക്ഷേ ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ മുമ്പിൽ സിക്കിംകാർക്ക് പ്രതിഷേധിക്കാൻ പറ്റിയില്ല. ഇന്നേ ദിവസം വരെ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ചോഗ്യാലിനെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയാണ്. അവരെത്ര തവണ ജയിച്ചാലും 110 പ്രാവശ്യം ഇലക്ഷൻ ജയിച്ചാലും ചോഗ്യാലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി. ഇതുപോലെ നേപ്പാളിലും സിലോണിലും ഒക്കെ ഇന്ത്യ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബർമയിലും ഇടപെടുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഈ മ്യാൻമറിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ റഡാറിന് അപ്പുറത്തായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യം ആയതുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളൂ. എല്ലാ സ്ഥലത്തും ഇടപെടുന്നുണ്ട്. ഇന്ത്യ ഇടപെടുന്നത് മറ്റു രാജ്യങ്ങൾ പോട്ടെ, ഇന്ത്യ പാകിസ്ഥാനിലും ഇടപെടുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഇടപെട്ട് എത്രയോ തവണ ഈ സുൽഫിക്കർ അലി ഭൂട്ടോയെ അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി ഈ സിംല കരാർ ഉണ്ടാക്കിയത്. കാരണം സിംല കരാർ ഒപ്പിട്ട് ഈ സൈനികരെ തിരിച്ചയക്കേണ്ട ഒരു ആവശ്യം. അതുകൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കാശ്മീരിലടക്കം പിടിച്ചെടുത്ത സ്ഥലങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കും, പ്രത്യേകിച്ച് ഒരു പ്രതിഫലം ചോദിക്കാം. ഈ അവരുടെ 93,000 സൈനികരെ നമ്മൾ വിട്ടയച്ചു. നമ്മുടെ ഏതാനും വിരലുണ്ടാവുന്ന സൈനികരെ തിരിച്ചു പിടിച്ചു. ഇതൊക്കെ ചെയ്തത് പാകിസ്ഥാനിൽ ഒരു ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കേണ്ട ആവശ്യമാണ്. ഇനിയും ഒരു പട്ടാളം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ള താല്പര്യം കൊണ്ടാണ്. ഇവിടെ ഈ BJP-കാരടക്കമുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഇന്ദിരാഗാന്ധി ചീത്തോറിയില്ലേ. സിംല കരാർ എന്തിനു ഒപ്പിട്ടു? സിംല കരാർ ഒപ്പിട്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം പാകിസ്ഥാനിൽ ഏറ്റവും കുറഞ്ഞ് നമ്മളോട് വിരോധമുള്ള വൈരാഗ്യമുള്ളൊരു സർക്കാർ വരണം. ഇത് ഇവിടെ ഈ ചായക്കടയിൽ നിന്ന് രാഷ്ട്രീയം പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. ഇനി വേറൊരു ഉദാഹരണം പറയാം. അതിനുശേഷം സിയാഉൽ ഹക്ക് അധികാരം പിടിച്ചു. സിയാഉൽ ഹക്ക് അധികാരം പിടിച്ചെടുത്ത സമയത്ത് ഇന്ത്യ ഗവൺമെൻറ് വീണ്ടും കയ്യാലപ്പുറത്തെ ഒരു സമീപനം കൈക്കൊണ്ടു. അത് മൊറാർജി ദേശായിയാണ്. പുള്ളിക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാകാത്തതുകൊണ്ടാകാം. പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യമാണ്. സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കി കൊല്ലുന്ന ഘട്ടം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി അടക്കം എല്ലാവരും അത് തൂക്കാൻ പാടില്ല. പക്ഷേ മൊറാർജി ദേശായി അതിൽ ഒരു അഭിപ്രായം പറഞ്ഞില്ല. അദ്ദേഹം പറയാതിരുന്നതിന് കാരണമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമുള്ളൂ ദേശായിയുടെ അഭിപ്രായം.
ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായം. ദേശായി പറഞ്ഞു അത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ ഇടപെട്ടില്ല. അതിന് പ്രത്യുപകാരമായിട്ടാണ് പിന്നീട് ദേശായിക്ക് പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാൻ കൊടുത്ത് ആദരിച്ചു. അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. അദ്ദേഹത്തിന് ഈ ബഹുമതി ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ. പക്ഷേ പാകിസ്ഥാനിൽ അതിന് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്നതിന് ശേഷം ഈ സിയാവുൾ ഹക്കിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പണം കൊടുത്ത് സഹായിച്ചു. അതിനൊക്കെ തെളിവ് ഇപ്പോൾ അവിടെയിലുണ്ട്. അതിൽ ഉൾപ്പെട്ട ഒരു വനിത, അതാരെന്ന് പറയാം, അവർ ഇതിൻ്റെ രാഷ്ട്രീയമായ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെ എഴുതിയ ഒരു പുസ്തകത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് പീപ്പിൾസ് പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു. അദ്ദേഹം അന്ന് ഇന്ത്യ കുറേ നാൾ ജയിലിലായിരുന്നു. പിന്നീട് ഇവർ ബ്രിട്ടനിൽ എക്സൈലായിരുന്നു. ആ സമയത്ത് ബ്രിട്ടനിൽ നിന്ന് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഭാര്യയെ ഇന്ത്യയിലേക്ക് അയക്കുക. അവരിവിടെ വന്ന് ഇന്ദിരാഗാന്ധിയെ കാണുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പിന്തുണ അവരെ അറിയിക്കുന്നു. ഇവരെ ഇന്ദിരാഗാന്ധി അറിയിക്കുന്നു. അത് കഴിഞ്ഞ് അവർ അജ്മീർ ദർഗയിൽ പോകുന്നു. ആളാരാധനയാണ് പോകും. ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ, അന്ന് പീപ്പിൾസ് പാർട്ടി നേതാവിൻ്റെ ഭാര്യയാണ്. പിന്നീട് അദ്ദേഹത്തെ ഡൈവേഴ്സ് ചെയ്ത് അയാളെക്കുറിച്ച് ഇയാളെ ആക്ഷേപിച്ചുകൊണ്ടൊരു പുസ്തകമുണ്ട്, മൈ ഫ്യൂഡൽ ലോട്ട്. തഹ്മീന ദുറാനി എന്നാണ് അവരുടെ പേര്. അത് വലിയ പ്രസിദ്ധമായ പുസ്തകമാണ്. തഹ്മീന ദുറാനി പിന്നീട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷാബാസ് ഷെറീഫിന് വിവാഹം കിട്ടും, നവാസ് ഷെറീഫിൻ്റെ സഹോദരൻ. അവരെഴുതിയ പുസ്തകത്തിൽ അവരിത് ഉദ്ദേശമല്ല എഴുതിയത്. അവർ ലൈഫിലെ എക്സ്പീരിയൻസ് എഴുതിയ കൂട്ടത്തിൽ ഇത് പുറത്തു വന്നു എന്നുള്ളതാണ്. സാധാരണ ഇതിൽ പാകിസ്ഥാനിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ ഭാര്യയോ ഞാൻ ഇന്ത്യയിൽ പോയി ഇന്ദിരാഗാന്ധിയായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം എഴുതാൻ പറ്റൂല. പക്ഷെ തഹ്മീന ദുറാനി അല്ല ഇത് എഴുതിയത്, വേറെ ആളായതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളുകള്ളി ഒരു പക്ഷേ ദുറാനിക്ക് മനസ്സിലായില്ല, എഴുതിയ ആൾക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും മനസ്സിലുണ്ടാവാൻ, ഭൂരിഭാഗത്തിൻ്റെയും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഞാൻ സാറിനോട് ചോദിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ ഓർമ്മയിലിരിക്കുന്നു? ഈ നമ്മുടെ നരസിംഹത്തിൽ മമ്മൂട്ടി ചോദിക്കുന്ന പോലെ വലിയ ചന്ദ്രാതി എണ്ണയാണോ ദിവസവും തേക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ഓർമ്മയിലിരിക്കുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. ശ്രീത്ത് എന്താണ് ശ്രീത്തിൻ്റെ ഒപ്പീനിയൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്? നമ്മൾ വിമർശിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്തൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയമാണ്, മറ്റൊരു രാജ്യത്തിന് ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഭരണാധികാരികളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ താല്പര്യം, അതിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു രാജ്യത്തിൻ്റെ സ്വന്തം ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ ബൗണ്ടറിക്കുള്ളിലുള്ള അതിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്ന് പറയുന്നതിനർത്ഥം അതിനെതിരെ വരുന്ന ത്രെട്ടുകളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നതുകൂടിയാണ്. അപ്പോൾ ഇത് ഉണ്ടായതിന് ശേഷം ഒരു ഗവൺമെൻറ്റും റിയാക്റ്റീവ് ആയിരിക്കില്ല, പ്രൊയാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നമ്മുടെ നെയ്ബർഹുഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എല്ലായ്പ്പോഴും വാച്ച്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാവുന്ന ഒരു ത്രെട്ടിനെ അതുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എല്ലാ ശ്രമവും ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റുള്ള ഏതൊരു രാജ്യവും ചെയ്യും. ഇപ്പം നമ്മൾ പണ്ട് പറയുന്നത് പോലെ നോൺ അലൈൻമെൻ്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ, ചേരിചേരാ നയമാണ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പോലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കെന്നഡിക്ക് കത്തയച്ചിരുന്നു. ഞങ്ങൾക്ക് ഏരിയൽ അസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കെന്നഡിക്ക് കത്തയച്ചു. പക്ഷേ ഈ ചേരിചേരാ നയം എന്ന് പറയുന്നതാണ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ശില എന്ന അഭിപ്രായമുള്ള കോൺഗ്രസ്സുകാർ പാർലമെൻറ്റിലടക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടായപ്പോൾ അതിനെ നിഷേധിച്ചു. ഇല്ല, നെഹ്റു ആർക്കും കത്തയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം കെന്നഡിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കെന്നഡിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യരേഖയും ഇനി ഇവിടെ വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ ഡീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നെഹ്റു അയച്ച കത്ത് അവിടെ ഇരിക്കുക. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ രാഷ്ട്രീയ സത്യസന്ധത, ആൾക്കാരോട് എന്ത് പറയുന്നു എന്നതൊക്കെ ഒരു ഭാഗം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റ്മോസ്റ്റ് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നെഹ്റുവിനൊപ്പമാണോ ആ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ 100%. ചേരിചേരാ നയമാണ് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന നെഹ്റുവിനൊപ്പമല്ല. പക്ഷേ രാഷ്ട്രത്തിന് ഒരു സന്നിഗ്ധ ഘട്ടം ഉണ്ടാകുന്ന സമയത്ത് എക്സ്റ്റേണൽ സപ്പോർട്ട് വാങ്ങാം എന്ന ചിന്തയുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകേണ്ടത്. അതല്ലാതെ അവിടെ എന്ത് നടന്നാലും കുഴപ്പമില്ല എന്നല്ല നമ്മൾ കരുതുന്നത്. റിയർ വിൻഡോ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്, ഹിച്ച്കോക്കിൻ്റെ. ഇനി വേണ്ട, മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മദർശിനി എന്നൊരു സിനിമയുണ്ട്. ആ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ നമ്മൾ ബേസിൽ ജോസഫിനൊപ്പമാണോ അതോ നസ്രിയ നസീമിനൊപ്പമാണോ? നസ്രിയയ്ക്ക് അവിടെ ബേസിലിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ അവരെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. പക്ഷേ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവിടെ മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയണം, അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്കുണ്ടോ എന്നറിയണം. ഇങ്ങനെയുള്ള ഒരു താല്പര്യം അവിടെയുണ്ട്.
ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻക്വിസിറ്റീവ്നെസ്, ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഉണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ കണ്ടതാണ്, ബെലാറസ് എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് അതിലൊരു ഒപ്പീനിയനുണ്ട്, യുക്രൈനൊരു ഒപ്പീനിയനുണ്ട്. നേറ്റോയിലേക്ക് ഒരു കൺട്രി എൻ്റർ ചെയ്യാൻ പോവുകയാണ് എങ്കിൽ അതിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന കുറേയധികം രാജ്യങ്ങളുണ്ട്. സിറിയയിൽ ഒരു അധികാര മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അവിടെ അൽബാഷർ മാറിയതിന് ശേഷം അവിടെ മറ്റൊരാൾ വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇസ്രയേൽ ചെയ്യുന്നത് എന്താണ്? ഇസ്രയേൽ ചെയ്യുന്നത് അവരോട് സമാധാനമായിട്ട് നമുക്കിനി ഒന്നിച്ചു പോകാമെന്ന് പറയാനല്ല, മറിച്ച് അവിടെയുള്ള എവിടെയൊക്കെയാണോ അവരുടെ ആർമി ബേസസ് ഉള്ളത്, എവിടെയൊക്കെയാണോ അവരവരുടെ ആയുധങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നത്, ആ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ബോംബ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഉണ്ടാകാവുന്ന ഒരു ത്രെട്ടിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യവും അത് ചെയ്യുന്നതിൽ ചില തീരുമാനങ്ങൾ പാളിപ്പോകാം. ഇപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യത്ത് നടത്തിയിരിക്കുന്ന ഇടപെടലുകളെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പാളിപ്പോയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സാധൂകരിക്കപ്പെടുന്നതാണ്. നമുക്ക് വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ നമ്മൾ ആ അധികാര സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പിന്നീട് ഉണ്ടാകാവുന്ന ഒരു കാര്യം കൂടി പറയാം. നമ്മളിവിടെ ആഭ്യന്തര വിഷയം, ബംഗ്ലാദേശിൽ കുറേ പ്രശ്നം നടക്കുന്നു, ഇസ്കോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നു, അവിടെ ഹിന്ദുക്കൾക്ക് പീഡനം നേരിടുന്നു. ശ്രീലങ്കയിൽ കുറേ പ്രശ്നം നടക്കുന്നു. ശരി, നമ്മളിവിടെ അതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് കൈകെട്ടിയിരുന്നിട്ട് നാളെ അത് ഇങ്ങോട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ, ഈ പറയുന്ന അതേ ആൾക്കാർ എന്തായിരിക്കും പറയുക? ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ്, ഇൻ്റലിജൻസ് ഫെയിലിയർ, അല്ലേ? ഇതൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി കിട്ടുന്ന പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചിലത് സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും, ചിലത് ബൈലാറ്ററലായിട്ടുള്ള ചർച്ചകളായിരിക്കും, ചിലത് വാർണിംഗ്സ് ആയിരിക്കും, ചിലത് മറ്റ് സൈനിക മുന്നൊരുക്കങ്ങളായിരിക്കും. അത് ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ആ നിലയ്ക്ക് ഒരു രാജ്യം എത്ര ചേരുചേരാ നയം പറഞ്ഞാലും മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടും. അത് പ്രത്യക്ഷമായിട്ടാണെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും സൈനിക സഹായമാണെങ്കിലും ധനസഹായമാണെങ്കിലും ഒക്കെ ചെയ്യും. അതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഫ്രീ സ്റ്റൈലാണ് അല്ലേ? നേരത്തെ കൃത്യമായി പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ അപ്പോൾ വരുന്ന ചോദ്യങ്ങൾക്ക് അപ്പം തന്നെ കൃത്യമായി മറുപടികളും നിരീക്ഷണങ്ങളും കൊടുക്കുന്ന ഒരു ഫ്രീ സ്റ്റൈൽ രീതിയാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടുപോയത്. അപ്പോൾ രണ്ടുപേരുടെയും നിരീക്ഷണത്തിലേക്കുള്ള എൻട്രി മുതൽ അതിൻ്റെ വളർച്ചയും അതിനോടൊപ്പമുള്ള ടെലിവിഷൻ്റെ വളർച്ചയും അത് സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തിനെക്കുറിച്ചും ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു അഭിപ്രായം രൂപീകരിച്ചു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറായിട്ട് നമ്മൾ സംസാരിച്ചു പോയി. ഒരു മണിക്കൂർ കഴിയുന്ന നിലയിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓരോരുത്തരോടും ഓരോ ചോദ്യങ്ങൾ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ജയശങ്കർ സാറിനോടാണ് ചോദ്യം. ചർച്ചകൾക്ക് പോകുന്നതിന് പ്രതിഫലം ലഭിക്കാറുണ്ടോ എന്നൊരു ചോദ്യം. പിന്നൊരു ചോദ്യം, അങ്ങ് പലപ്പോഴും ക്ഷോഭിക്കാറുണ്ട് ചർച്ചകളിൽ. എപ്പോഴെങ്കിലും അത് വേണ്ടായിരുന്നു, ആ ക്ഷോഭം ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാലും പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേൾക്കുന്നവർക്ക് നമ്മളെക്കുറിച്ചൊരു മതിപ്പുണ്ടാവുമല്ലോ. ഈ പെരുവനത്തപ്പനെ തൊഴുത് ഇവിടെ വന്ന് പച്ചക്കള്ള നിങ്ങളുടെ മുഖത്തേക്ക് പറയാനുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ ഇല്ല എന്നുള്ള സത്യം പറഞ്ഞത്. അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടെന്നും ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള മുഖഭാവമുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ വൈറ്റില ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഒരാൾ എന്നോട് പുള്ളി 2 അടിച്ചിട്ടുണ്ട്. CR നീലാണ്ട സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആണെന്നോ അല്ലെന്ന് പറഞ്ഞില്ല. ആണ് എന്ന് പുള്ളിക്ക് തോന്നുന്ന രീതിയിൽ, എന്നാൽ അല്ല എന്ന അർത്ഥത്തിൽ ഇങ്ങനെ അടിച്ചു. ഈ ആട് പ്ലാവിൽ അടിക്കണ്ടല്ലേ, അല്ല എന്ന് പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല. അയാൾക്ക് CR നീലാണ്ടനാണെന്ന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പുള്ളി രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് എന്നെ കോരിത്തെരിപ്പിച്ചത്. പുള്ളി പറഞ്ഞു, ഈ ടി വിയിൽ പല ആൾക്കാരും വന്ന് ടി വിയിൽ പല പുല്ലന്മാരും വന്ന് പല മണ്ടത്തരങ്ങളും പറയാറുണ്ട്. ഞാൻ സാറിൻ്റെയും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മാത്രം ശ്രദ്ധിക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിൽ പറയുന്നത് മാത്രമല്ല പറയാത്തത് വളരെ പ്രധാനമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ ക്ഷോഭിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ്. നമ്മുടെ കുടുംബകാര്യമൊന്നും അല്ല ഈ ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും ചില സമയത്ത് ക്ഷോഭിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ചിരിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു സാധാരണ രീതി എന്ന് വെച്ചാൽ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, TV-യിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു, എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നതും കോടതിയിൽ കേസ് വാദിക്കുന്നതും ഒക്കെ ഒരേ രീതിയിലാണ്. അപ്പോൾ ചിലപ്പോൾ പാട്ട് പാടേണ്ടതായിട്ട് വരും,
ചിലപ്പോൾ തമാശ പറയേണ്ടതായിട്ട് വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വലിയ ഗായകനാണെന്ന് വിചാരിച്ചിട്ടില്ല ജഡ്ജിമാർ പാടാൻ അനുവദിക്കുന്നത്. ആ പാട്ടിന് ആ കേസിൽ ആ പ്രത്യേക സ്ഥലത്തൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ജയശങ്കർ ആയതുകൊണ്ട് ജഡ്ജിമാർ അധികം അങ്ങനെ മസിൽ പിടിക്കില്ല. തന്നോട് ആരും പാടാൻ പറഞ്ഞു എന്ന് ചോദിക്കില്ല. വേറെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വലിയ യുവ അഭിഭാഷകർക്ക് നാളെ പോയി പാടരുത് കിട്ടും. അങ്ങനെ ചില പ്രിവിലേജസ് നമുക്കുണ്ടാവും. താഴെ അനുകരിക്കരുത് എന്ന് അതെ എഴുതിയിരിക്കുന്നു താഴെ. അതെ ചില മോട്ടോർ സൈക്കിൾ അഭ്യാസത്തിൻ്റെ അടിയിൽ ഇത് അനുകരണം, ഇത് സ്റ്റണ്ട് ഡ്യൂപ്പുകളെ വെച്ച് ചെയ്യുന്നതാണ്, ആരും അനുകരിക്കണമെന്ന് എഴുതി കാണിക്കുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ഇതിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദീപ എന്നോട് ഇറങ്ങി പോകാൻ പറയും. അതുകൊണ്ട് 3 പ്രാവശ്യം ഓൾറെഡി മിസ് കോൾ അടിച്ചു. സോ താങ്ക് യു സോ മച്ച് ജയശങ്കർ സാർ, ശ്രീജിത്ത്, താങ്ക് യു. നല്ല ചർച്ചയായിരുന്നു. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു.